ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ BJP കൊല്ലം ജില്ലാ പ്രസിഡന്റിന്റെ മകനുണ്ടല്ലോ, പൃഥ്വിരാജ് എന്നാണ് പയ്യന്റെ പേര്. ഈ പയ്യനെ 15ഓളം വരുന്ന തലയ്ക്ക് ബോധമില്ലാത്ത മയക്കുമരുന്നും കഞ്ചാവും അടിച്ച് സമൂഹ വിരുദ്ധന്മാരായി നടക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് RSS ഊളകളെന്ന് നമുക്ക് നെഞ്ചു വിരിച്ചെന്ന് പറയാം. കാരണം സ്വന്തം സഹോദരങ്ങളെയും അമ്മയും പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഈ നരാധവന്മാർ ഈ അണ്ടിമുക്ക് ശാഖയിൽ രാവിലെ പോയി ട്രൗസർ ഇട്ടിട്ട് കളിക്കുന്നതും അവന്മാരെ കളിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ വിവേകമുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. കൊല്ലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കൊല്ലത്ത് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ്, അതായത് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് മകൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സഹോദരന് ഉത്സവത്തിന്റെ ഇടയിൽ 15ഓളം വരുന്ന തലയ്ക്ക് ബോധമില്ലാത്ത മദ്യവും മയക്കുമരുന്നും അടിച്ച് കിറങ്ങി നടക്കുന്ന ഇവന്മാർ എടുത്തിട്ട് അങ്ങ് കിളച്ചു. കേൾക്കുമ്പോഴത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സുഖം തോന്നും. കാരണം ചേട്ടനും അനിയനും തമ്മിലാണല്ലോ തല്ല് കൂടിയിരിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അത്ര ഒരു ശുഭവാർത്തയായിട്ട് എനിക്ക് സത്യത്തിൽ തോന്നില്ല. കാരണം ഒരാളെയൊക്കെ 15 പേരെ എടുത്തിട്ട് മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ BJP ആയിക്കോട്ടെ, RSS ആയിക്കോട്ടെ, മറ്റേത് വിഭാഗം ആയിക്കോട്ടെ, പക്ഷേ ഇവന്മാര് എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇവന്മാർ എന്ത് തന്തയില്ലാഴി കാണിച്ചാലും ഇവരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് BJP. ആ BJP കൊല്ലം ജില്ലാ പ്രസിഡന്റിന്റെ മകനെയാണ് ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ഇപ്പം ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. എന്നാൽ ഇത് ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി BJPയുടെയും RSSന്റെയും പല ആളുകളും ഈ വീട് കയറി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ, പൃഥ്വിരാജിന്റെ അച്ഛനും അമ്മയും ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇത് ചെയ്ത ഏതവനാണെങ്കിലും കൊള്ളാം, അവർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യണം. സത്യത്തിൽ ഞാനിവിടുത്തെ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊന്ന് കണ്ണോടിച്ചിങ്ങനെ നോക്കി. കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നടന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ ഒരു ചാണക പേപ്പട്ടികളും ചാനൽ ചർച്ചയിലില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചലം ചാനലും ചാണക ചാനലിനകത്തൊന്നും ഈ ഒരു വാർത്തയെ ഇതുവരെ അങ്ങനെ വലിയ രീതിയിൽ കാണിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടില്ല. ഉത്സവ പറമ്പില് ഈ ഗണഗീതം ആലപിച്ചപ്പോഴത്തേക്ക് DYFI പിള്ളേര് അത് തടഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ കുരച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ചാണക പട്ടികളുണ്ടല്ലോ, ഇവന്മാരൊന്നും ഈ ഒരു വാർത്തയിൽ കാണുന്നില്ല. ഇപ്പൊ ഈ വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവരുടെ കുടുംബത്തിൽ കയറി ഇറങ്ങി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് RSSന്റെയും BJPയുടെയും പല നേതാക്കന്മാരും. എന്തായാലും ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്വന്തം മക്കളെ തൊട്ട് കഴിഞ്ഞാൽ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇനി അത് ഏത് സമുദായം ആയിക്കോട്ടെ, അവർക്ക് വേദനിക്കും അല്ലേ. എന്തായാലും നല്ലൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് അവരുടെ പയ്യന്റെ മാതാപിതാക്കൾ ഉള്ളതെന്നാണ് അറിയുന്നത്. ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് നടന്നിട്ടുള്ള വേട്ടാവളിയന്മാരെല്ലാം ഇപ്പോൾ ഉറക്കത്തിലാണ്. കാരണം ഹിന്ദുക്കൾ, ഇവിടുത്തെ നല്ല ഹൈന്ദവ മതവിശ്വാസികൾ ഉണർന്നു. ആ ദീപക്കിനെ പോലെ, മുഹമ്മദ് ദീപക്കിനെ പോലുള്ള ആളുകളൊക്കെ ഉണർന്നതുകൊണ്ട് ഇവന്മാരെല്ലാം ഒന്ന് പത്തി മടക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അടികിട്ടി ഓടുന്ന കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും ഒരു ഫീലിംഗ് കിട്ടും. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് അത്രമായിട്ടൊരു സന്തോഷം തോന്നുന്നില്ല പ്രിയപ്പെട്ടത്. കാരണം എന്താണെങ്കിലും നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകന് RSS പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. ശാസ്താംകോട്ട കുമരംചിറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ആക്രമണമുണ്ടായത്. തലയ്ക്ക് സാരമായി പരിക്കുപറ്റിയ യുവാവിനെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാജ്കുമാർ ഉണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, എന്താണ് ഈ ഒരു ക്രൂര മർദ്ദനത്തിലേക്ക് നയിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? രാത്രി 10:30 കുമരഞ്ചിറ ക്ഷേത്രത്തിന്റെ ഉത്സവ പറമ്പിൽ വെച്ചാണ് അതിക്രൂരമായി ഈ രാജീവ് പ്രസാദിന്റെ മകൻ, അതായത് BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകനെ ഇങ്ങനെ മർദ്ദനമേറ്റത്. ഇതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ മർദ്ദനമേറ്റ യുവാവിന്റെ അച്ഛന്റെ സഹോദരന്റെ ജ്യേഷ്ഠന്റെ മകനെ ഈ പറയുന്ന ഇതിൽപ്പെട്ട സംഘത്തിൽപ്പെട്ട ആളുകൾ പരിഹസിക്കുകയോ അടിക്കുകയോ ചെയ്തു. ഇത് എന്തുകൊണ്ടാണെന്ന്, ഇത് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാനായിട്ടാണ് ഈ രാജീവ് പ്രസാദിന്റെ മകൻ അവിടേക്ക് ചെന്നത്. ആ സമയത്ത് അവിടെ വെച്ചൊരു കസർച്ച ഉണ്ടായി. പിന്നെ ആരോ ഇടപെട്ട് ഇവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നീട് ഇവർ ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതേ ഈ മറ്റേ സഹോദരനെ ചോദ്യം ചെയ്ത് അടിച്ച സംഘം ഈ പറയുന്ന രാജീവ് പ്രസാദിന്റെ മകനെ ക്രൂരമായി തിരികെ വന്ന് ആക്രമിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണത്. ഇതിന്റെ പരാതി ഇവർ രാജീവ് പ്രസാദ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. ഇവര് മൊഴിയും നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിൽ 5 പേർക്കെതിരെ, പേരുള്ള 5 പേരും അതുകൂടാതെ കണ്ടാൽ അറിയാവുന്ന 10 പേർ, ആകെ 15 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇത്രയും ഇത് ക്രൂരമായിട്ടാണ് ആ യുവാവിന് ഇത് പരിക്കേറ്റിട്ടുള്ളത്. MBBS വിദ്യാർത്ഥിയാണ് ഈ യുവാവ്.
രാജ്കുമാർ ഇതിനിടയിൽ ചോദിക്കുകയാണ്, കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം പല കോണുകളിൽ നടക്കുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. അതെ, ഒരു കാരണവശാലും ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയില്ല. തന്റെ മകനെ ഇത്രയും നീചമായി കൈകാര്യം ചെയ്തവർ, ഇത് ആരായിരുന്നാലും, അവർ RSS ആയാലും ശരി, BJP ആയാലും ശരി, തന്റെ മകൻ ഞാൻ BJP ജില്ലാ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ എന്റെ മകനോട് ഇത്രയും ക്രൂരമായി പെരുമാറിയത്. ഇങ്ങനെയുള്ള ആളുകൾ ഈ പാർട്ടിയിൽ വേണോ എന്നുള്ളതാണ് പാർട്ടി ചിന്തിക്കേണ്ടുന്നത്. അവർ സംഘം പ്രവർത്തകരാണെങ്കിലും RSS പ്രവർത്തകർ ഇനി ആരായിരുന്നാലും ശരി തന്നെ ഇവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആരെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനോ ഇവർക്ക് വേണ്ടി ഇടപെടുകയോ ചെയ്താൽ താൻ പിന്നെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുവരെ അവർ അത് വഴങ്ങിയിട്ടുണ്ട്. പലതരത്തിൽ ഇവരെ സ്വാധീനിക്കാനും ഒത്തുതീർപ്പാക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും രാജീവ് പ്രസാദിനെ സംബന്ധിച്ച് നമ്മൾ സാധാരണ ഒരു പ്രയോഗമുണ്ട്, പെട്ടതള്ള സഹിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ആ പ്രയോഗം അന്വർത്ഥമാക്കുന്നതായിരുന്നു സ്വന്തം മകന് ഈ ക്രൂരമായി ഏൽക്കുന്ന ഈ മർദ്ദനം കണ്ട ഒരു അമ്മയെ സംബന്ധിച്ച്. അവരൊരു BJPയുടെ ജില്ലാ നേതാവ് മാത്രമല്ല, ഒരു അമ്മയാണ്. ഒരമ്മയെ സംബന്ധിച്ച് സ്വന്തം മകനെ, അതും അവരുടെ പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇത്ര ക്രൂരമായി കൈകാര്യം ചെയ്യുമ്പോൾ, ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നാളെ ഇവരെ മകൻ തന്നെ തിരികെ ഈ അമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടും. എനിക്കൊന്നും സംഭവിച്ചപ്പോൾ അമ്മ എന്താണ് ചെയ്തതെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയും വെട്ടിലാവും. അതുകൊണ്ട് തന്നെ അവരിതിലൊരു കോംപ്രമൈസിന് തയ്യാറല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ കൈകാര്യം ചെയ്ത യുവാക്കളായ RSS പ്രവർത്തകരെ RSS നേതാക്കൾ തന്നെ അവരോട് ഇത് വളരെ മോശമായി പോയി എന്നുള്ള സന്ദേശം നൽകിയതായിട്ടാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും രാജീവ് പ്രസാദ് ഇക്കാര്യത്തിൽ ഒരു ഇഞ്ചു പോലും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ഇതിന്റെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ചേട്ടനും അനിയനും തമ്മിലാണ് ഈ ഉത്സവപ്പറമ്പിൽ അടി നടന്നെങ്കിൽ ഇതിൽ പെറ്റതള്ള സഹിക്കൂല. ആ രീതിയിലാണ് ഈ RSS ഓളികളെല്ലാം കൂടെ ആ ഒരു സഹോദരനെ ഒറ്റയ്ക്ക് നേരിട്ടത്. എന്താണേലും ജില്ലാ പ്രസിഡന്റ് മകനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ അച്ഛനും അമ്മമാരും ഒന്ന് ചിന്തിക്കുക. നമ്മൾ ഈ കുഞ്ഞുനാളിലെ നമ്മുടെ ഈ മക്കളെ ശാഖയിലേക്ക് വിടുന്നത് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിൽ ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വരുന്ന എത്രയോ വാർത്തകൾ നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എൻ്റെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കുക. RSSും BJPയും എന്ന് പറയുന്നത് നമ്മുടെ നാടിന് നാശം വിതയ്ക്കുന്നവരാ. സത്യത്തിൽ ഈ വാർത്ത വന്നതിന് ശേഷം ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചാണക പൊട്ടന്മാരെയും കാണുന്നില്ലെന്നേ, ചർച്ചയുമില്ല, ഇതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. 1-2 ചാനലുകൾ മാത്രമാണ് ഈ ഒരു വാർത്ത വലിയ രീതിയിൽ തന്നെ കൊടുക്കുക. എന്തായാലും ആ അച്ഛനും അമ്മയും ഉറച്ച നിലപാടിൽ തന്നെയാണ്. മകനെ തല്ലിയത് അത് RSSകാരനായിക്കോട്ടെ, അത് BJPക്കാരനായിക്കോട്ടെ, ഇതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഇനി അഥവാ ഏതെങ്കിലും ആളുകൾ പാർട്ടിയിലുള്ളവരാണെങ്കിലും ഈ RSSകാരെ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്നും പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഈ ജില്ലാ പ്രസിഡന്റ് ആ കുടുംബവും നൽകിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഒന്നും കൂടെ ഇരുത്തി ചിന്തിക്കുക. ഈ മക്കളെ ഈ അണ്ടിമുക്ക് ശാഖയിൽ വിട്ട് പഠിപ്പിക്കണോ വേണ്ടേ? സ്വയബോധം നഷ്ടപ്പെട്ട സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ പോലും പറ്റാതെയാണ് ഈ നാറികൾ കേരളത്തിൽ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും